ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉഹുദിൻ്റെ ചരിത്രത്തെ പറ്റിയിട്ടും അതുപോലെ തന്നെ ശുഹാദാക്കളുടെ ഖബറൊക്കെ സന്ദർശിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുകയുണ്ടായി, പ്രവാചകന് ഉഹുദ് സമയയുദ്ധത്തിൽ പരിക്കേൽക്കുകയും അങ്ങനെ ഉഹുദ് മലയുടെ മുകളിൽ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമാവുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. രണ്ടാമത്തത് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോഴാണ് കുറേ പരിക്ക് ഇതായത്. എന്ന് പറഞ്ഞാൽ മുഹമ്മദിനെ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു റസൂലിന്റെ ചായയുള്ള ആൾ. ഇപ്പൊ ഇവിടെ വിസിറ്റ് പണി നടക്കുന്നു. മറ്റേ പള്ളിന്റെ പോരെല്ലാം വിളിച്ചിട്ട് ഇവിടെ പള്ളി പോയ സ്ഥലം അതാ മലന്റെ താഴെ. ഈ വഴിക്കാണ് പോകേണ്ടത്. മല്ലല്ല, മല്ലന്റെ താഴെ നോക്കുന്നത് പള്ളിയും ഇതും. പാറ മുകളിലേക്ക് പോയി. ആ സ്ഥലമെല്ലാം ഉണ്ട്, പക്ഷെ ഇപ്പൊ ബന്ദ് ചെയ്തിന്. ഒരു വർഷം മുമ്പ് പെണ്ണുങ്ങള് ഇതെല്ലാം പോന്നിപ്പോ. ഇതെല്ലാം പോയ ഒരു വീട് പണ്ട് സൗദിക്ക് ബതുക്കൾ വീടുകളാണ്. ഇതെല്ലാം വീട് ബതുക്കൾ. ഇപ്പൊ ആരില്ല, സൗദികളാരില്ല. ഇപ്പൊ ഇതെല്ലാം പോന്നു. ഒരു മാസം ടൈം കൊടുത്തിന്. റോഡാന്ന് വിസിറ്റാന്ന് വലിയ റോഡാണ്. 28 വർഷമല്ല അൽഹംദുലില്ലാ. മുമ്പ് ഞങ്ങൾ അതിന്റെ ഉള്ളിൽ മല കാണുന്ന അതന്നെ, അതിന്റെ മുകളിൽ തന്നെ. അതിന്റെ അപ്പുറത്തേക്ക് വരാൻ പറ്റുന്ന അതില്ല പോയിട്ട്. പക്ഷെ ഒരു പെണ്ണുങ്ങള് താഴെ വീണിട്ട് മരിച്ചതിന് ശേഷം അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നില്ല. ബന്ദ് ചെയ്ത്, സിമെന്റ് ഇട്ടിട്ട് ബന്ദ് ചെയ്തേന്. ഈ പാറ കാണുന്ന ഇവിടെ ഇരുന്നിന് ആദ്യം വന്നിട്ട് പല്ല് പോയപ്പോ ഇവിടെ ഇരുന്നു. ഇവിടെ പണി നടക്കുന്ന ഈ പാറിന്റെ മേലെ ഇവിടെ കാണുന്ന ഇവിടെ ഇരുന്നിന്. പക്ഷെ മുമ്പത്തെ പള്ളിയില്ലേ നിസ്കരിച്ചത് ഇതേമാതിരിയുള്ള പള്ളി മുമ്പ് ഇതേതാ ഇടുണ്ട്. ഇതിപ്പോ പള്ളിന്റെ പണി നടക്കും. പള്ളി ഇതിന്റെ അകത്തേക്ക് ഇറങ്ങുന്നത് പള്ളി ഇതിപ്പോ പുതുക്കി പണിയുന്ന പള്ളി. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന സ്ഥലം. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞില്ല, കല്ലി പാറ മുകളിലേക്ക് പോയിന്ന് പറഞ്ഞില്ല. അതെല്ലാം അത് സിമെന്റ് ഇട്ട സ്ഥലം കാണുന്ന അവിടെ ചിലപ്പോൾ ഒളിച്ചെന്ന് ചിലപ്പോല്ലേ ഒരു മിനിറ്റ് നീ പോയിട്ട് ഇറങ്ങിട്ട് നോക്കിട്ട്. ഇതാണ് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഉഹുദ് പർവ്വതം. അതായത് പ്രവാചകൻ പറയുകയുണ്ടായി, നാളെ സ്വർഗത്തിൽ ഒരു കവാടത്തിന് മുമ്പിൽ ഈ ഉഹുദ് പർവ്വതം ഉണ്ടായിരിക്കും എന്ന് പ്രവാചകൻ പറയുന്ന ആ പർവ്വതമാണ് നിങ്ങൾ ഈ കാണുന്നത്. വലിയ വിശാലമായ സ്ഥലം. അതിന്റെ ഉള്ളിൽ റസൂല് ഇരുന്നിട്ടില്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനൊപ്പം സഡൻ എണിക്കുമ്പില്ലേ പാറയില്ലേ മറ്റേ മല തലക്ക് തട്ടുമ്പോ തല പൊന്തിയത്. അതിന്റെ സ്ഥലമല്ല ഞങ്ങൾ കണ്ടുകൊണ്ട്. പിന്നെന്താ റസൂൽ അതാ പറഞ്ഞത്, ആദൽ ജബൽ ഹുബ്ബാന അന ഹുബ്ബാദ. ഈ മല എന്നെ സ്നേഹിക്കുന്നു, ഞാൻ ഇതിനെ സ്നേഹിക്കുന്നു. ആദൽ ജബൽ വേണം ഇതിലെ പോയിട്ട് കയറിട്ട് വേണം. ഇതില്ലേ അതിന്റെ മേലല്ലോ കയറാൻ കഴിയല്ലേ? പോയേക്കല്ലേ? അതൊക്കെ കഴിയുണ്ട്. ഒരു സ്മെല്ലുണ്ടല്ലോ, നിങ്ങളെ സ്പ്രാൻഡ് സ്മെല്ലല്ലേ? ഏയ് ഇറങ്ങുന്നതാണ് സ്ലിപ്പായി പോവല്ലേ. ഇരുന്ന് ഇറങ്ങേണ്ടി വരും. ഇതല്ലേ പ്രശ്നം.
അതെ ഇതിന് റേക്കൊള്ളിട്ടോ എന്റെ ഫോട്ടോ എന്റെ വാട്സപ്പ് ഞാൻ കയക്കാം മുമ്പത്തെ ഫോട്ടോ എന്റെ ഉണ്ട് അങ്ങനെ വാട്സപ്പ് പല്ല് പോയ ഭാഗം അതെ അതെ അതന്നെ ഇപ്പൊ നീ പോയില്ലേ ഇതന്നെ ഈടന്നെ അവിടെയൊക്കെ പോയത് യുദ്ധത്തിൽ പല്ലി പോയത് കിട്ടുന്നുണ്ടോ അങ്ങനെ സാബികളോട് റസൂൽ പറഞ്ഞ് നിങ്ങൾക്ക് വെള്ളം എന്താക്കണം വേണമെങ്കിൽ 3 ദിവസത്തെ വെള്ളം ഒരുമിച്ച് എടുത്തു വെക്കണം. അങ്ങനെ യഹൂദിക്ക് വെള്ളം കിട്ടാതായപ്പോൾ എല്ലാം കൊടുത്തു, എല്ലാ തോട്ടത്തിനും കൊടുത്തു. ഉസ്മാൻ റളിയല്ലാഹു വീടുണ്ട് അവിടെ. അതെ അങ്ങനത്തെ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോന്ന് ബസ്സൊന്നും കൊണ്ടുപോകില്ല. ഉള്ളോട്ടുള്ള ഭാഗത്തേക്കൊന്നും കൊണ്ടുപോകില്ല ബസ്സാര്. എല്ലാം യഹൂദിന്റെ ലെഫ്റ്റ് സൈഡാണ്, റൈറ്റ് സൈഡ്. 12 കിലോമീറ്റർ ഉണ്ട്. വലിയ മലയാളത്. പിന്നെ ഇത് നാളെ സ്വർഗത്തിൽ നിന്നല്ലേ. ഇതിന്റെ മേലേക്കൊന്നും ഇപ്പൊ കയറാൻ കഴിയില്ല അല്ലേ? അങ്ങനെ കേറിക്കൊണ്ടായി പോവാം. പണ്ട് ഒരു 20-25 വർഷം ആരും ഉണ്ടായിട്ടില്ല, ഇവിടെ അത്ര ആൾക്കാരുണ്ടായിട്ടില്ല. ഇത് അവിടെ വാദി ജിന്നി മലയുള്ളത്, പക്ഷെ 30 കിലോമീറ്റർ. ജിന്നുമല പറഞ്ഞാൽ മറ്റേ ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് പോണല്ലേ? വെള്ളം താഴേക്ക് ഇങ്ങനെ വരും അല്ലേ? അത് 40 കിലോമീറ്റർ 2 മണിക്കൂർ പോയിട്ട് വരും. മദീന ഒരു അത്ഭുതല്ലേ. ശരിക്കും ഇവിടെ കുറച്ച് ദിവസം നിന്നിട്ട് കാണണല്ലേ മദീന. എന്തായാലും ബദറിലെല്ലാം ഇപ്പൊ 2 കിണറുണ്ട്, സിഫോന്റെ കിണർ, റൂഹ മോയ റൂഹ, ബീർ റൂഹ. അതാ അത് ജിന്നിമല. ഇത് കാരക്കന്റെ തോട്ടാണ്. ചുറ്റിട്ട് വരും തോട്ടം. കൈക്ക് ആദ്യം അവൻ പറയുന്ന റേറ്റ് 10 രൂപ 8 രൂപ 5 രൂപ ഇങ്ങനെ കുറച്ചല്ലേ ചോദിക്കും, എടുക്കണ്ട. പക്ഷെ നോക്കിയാൽ ഇതില് പ്രശ്നം എന്താ പറയുക, ഇവിടുന്ന് എടുത്താലും 1 വർഷം കഴിഞ്ഞിട്ട് കേട് സംഭവിച്ച പൈസ റിട്ടേൺ. സൗദിയില്